തിരുവനന്തപുരം കരമന കൈമനം മേഖലയിൽ തെരുവുനായ ആക്രമണം. 25ഓളം പേരെ തെരുവുനായ കടിച്ചു. ഇവരെ 3 ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേരുടെ പരിക്ക് ഗുരുതരം. തെരുവുനായയ്ക്ക് പേ വിഷബാധയുണ്ടോ എന്ന് സംശയം. നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ ഡോഗ് സ്ക്വാഡ് തിരച്ചിൽ നടത്തുകയാണ്. 2 ഡോഗ് സ്ക്വാഡുകളാണ് തിരച്ചിൽ നടത്തുന്നത്. അമ്മയാണ് കടിച്ചത്. ആട്ടോ പിടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇത് ഓടി വന്ന് കടിക്കുകയാണ് ചെയ്തത്. സംഗതി ഇത് പാപ്പനംകോട് നിന്ന് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്, കടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഓമ ആശുപത്രി, കാലടി, ഇവിടെ വണക്കാട്, അട്ടക്കുളങ്ങര എല്ലാം കടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പട്ടി. എന്നിരുന്നിട്ട് ഇവർ കോർപ്പറേഷൻകാർ ഈ പട്ടികളെ കൊണ്ടുപോയിട്ട് അതേ കണക്ക് തിരിച്ച് കൊണ്ടുവന്ന് ഇറക്കുകയാണ് ഇവിടെ. അത് എവിടെയുള്ള പട്ടിയാണെന്ന് പോലും അറിഞ്ഞുകൂടാ. അത് കൊണ്ടുപോകുന്നു, അതേപോലെ എവിടെയുള്ള പട്ടികളെ കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് ഇറക്കി വിടും. 30 മിനിറ്റ്സ് മുമ്പാണ് അട്ടക്കുളങ്ങര ജംഗ്ഷനിൽ വെച്ചായിരുന്നു. നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇപ്പോഴാണ് വന്ന് പഠിച്ചു. ഞങ്ങളെ മാത്രമല്ല, ചുറ്റിനുള്ള ആൾക്കാരെയും കടിച്ചു പോകുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. പട്ടി ബാക്കിൽ നിന്ന് വരുന്നത് സൈലൻ്റായിട്ട് വരുമായിരുന്നു, ബാക്കിൽ വന്ന് കടിക്കുമായിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, 30ഓളം പേരെയാണ് ഈ തെരുവുനായ കടിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, തെരുവുനായയ്ക്ക് പേ വിഷബാധയുണ്ടോ എന്നുള്ള സംശയവും നിഴലിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 2 ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ രോഹിണി, നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതിനേക്കാളും ഗുരുതരമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞത് 20ലധികം പേർക്കാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് എങ്കിൽ ഇപ്പോൾ അത് 35ലധികം പേർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോഴും ആളുകൾ ചികിത്സ തേടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ മേഖലകളിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ വിവിധ വാർഡുകളിലൂടെ കടന്നാണ് ഈ പട്ടി അല്ലെങ്കിൽ ഈ തെരുവുനായ ഗുരുതരമായ രീതിയിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പാപ്പനംകോട് ശാന്തിവിള മേഖലയിൽ നിന്നാണ് ആദ്യം തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം കൈമനം കരമന ഭാഗത്തുകൂടി മരുതൂർ കടവ് മേഖലയിലൂടെയും പാപ്പനംകോട് മേഖലയിലൂടെയും കടന്നു വന്ന തെരുവുനായ ആ മേഖലയിൽ ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെ കടിച്ചു എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. കടിയേറ്റവരൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശാന്തിവിള ആശുപത്രിയിലും ചികിത്സ തേടി എത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ തെരുവുനായ വന്ധീകരണം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന നഗരസഭയുടെ മുൻപിലാണ് ഈ ഏറെ വൈകിയ സമയത്ത്, ഏകദേശം വൈകിട്ട് 6 മണിയോട് കൂടിയാണ് തെരുവുനായ ആക്രമണം തുടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഗുരുതരമായി പലർക്കും പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 3ലധികം പേരുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വനിതാ പോലീസ് കോൺസ്റ്റബിൾ അടക്കമുള്ളവർക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എവിടെ വെച്ചാണ് നായ കടിച്ചതെന്ന് പറഞ്ഞാൽ പോത്തീസാണ്. പോത്തീസിന്റെ സിഗ്നൽ, ആയുർവേദ കോളേജിന്റെ സിഗ്നൽ. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ഒരു പോത്തീസിലെ ഒരു ചേച്ചിയെ പട്ടി കടിച്ചത്. ആ പട്ടി തന്നെയാണ് ഒരു കുഞ്ഞിനെ കടിച്ചത്. ആ പട്ടി തന്നെയാണ് ഒരു അപ്പച്ചനെ കടിച്ചത്. പേക്കൂത്തോലെ ഒരു അപ്പച്ചനെ കടിച്ചത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാനും പട്ടിയായിട്ട് ഒരു അരമണിക്കൂർ ഈ ബാഗ് വെച്ച് നല്ല യുദ്ധമായിരുന്നു. അത് എന്നെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തമായിട്ട്. അപ്പോൾ ഈ പട്ടികൾക്ക് വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. സമാനമായി തിരുവനന്തപുരം ജില്ലയിൽ ഇത്തരത്തിൽ പേപ്പട്ടി ആക്രമണമൊക്കെ പതിവായിരുന്നു. അപ്പോൾ കാര്യമായ നടപടി എടുത്തില്ല എന്നുള്ളതാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കടി കിട്ടിയതിലൂടെ അതാണ് എല്ലാവരും അങ്ങനെ തന്നെ പറയണ ഈ കാര്യം. ഈ പട്ടിക്ക് വേണ്ടി എന്തായാലും ഒരു തീരുമാനം എടുക്കണം. ആ പട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തി എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ അടിയന്തരമായിട്ട് എടുത്താലേ പറ്റുള്ളൂ. എനിക്ക് പറയാനുള്ള ഇത് മാത്രമാണ്. എടുത്തോ? ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എടുത്തു. 3 ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഇനി അവർ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം വരെ 3 ഇഞ്ചക്ഷനാണ്. അപ്പോൾ അത് 1 എടുത്തു, ബാക്കി അവരത് ചെയ്യാമെന്ന് പറഞ്ഞു. സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്, കൃത്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഇത്രയധികം ആക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ തെരുവുനായകളെ പിടിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു നായയെ പിടിക്കാൻ ഒരു നായയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വെള്ളച്ചാര നിറത്തിലുള്ള നായയാണ്. പാപ്പനംകോട് ശാന്തിവിള മുതൽ ഏകദേശം കിലോമീറ്ററുകൾ താണ്ടി SP ഫോർട്ട് ആശുപത്രിക്ക് സമീപം പാറ്റൂർ ജംഗ്ഷൻ വരെ ആ നായ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഗുരുതരമായി തന്നെ നഗരസഭ ഈ വിഷയത്തെ കാണേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും ഗുരുതരമാകുമെന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 ഡോഗ് സ്ക്വാഡുകളാണ് ഇപ്പോൾ അന്വേഷണമായി ഇറങ്ങിയിട്ടുള്ളത്. ഈ തെരുവുനായ പിടിക്കാനായി കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചേട്ടനും 2 കാലുകൾക്കും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്, മരുന്ന് വെച്ചിട്ടുണ്ട്, വാക്സിൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചേട്ടാ, എവിടെ വെച്ചിട്ടാണ് ഇത്? മണക്കാട് ചന്തയുടെ അടുത്തായിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പെട്ടെന്ന് വന്ന് ആക്രമിക്കുക? ചുമ്മാ നടന്ന് അങ്ങോട്ടും ഞാൻ അങ്ങോട്ട് പോണ ഓപ്പോസിറ്റ് പട്ടിങ്ങ വരായിരുന്നു. കുറെ പേരെ കടിച്ചിരുന്നു. അല്ല, എന്നെ മാത്രമല്ല, എനിക്ക് മുമ്പേയും വേറെ ആളിനെ കടിച്ചിട്ടാണ് വന്നത്.
പ്രവേശിപ്പിച്ചതല്ല, കുറേ പേരെ അവിടെ കടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അത്തരത്തിൽ വിവിധ മേഖലയിലുള്ളവരെയൊക്കെ തന്നെ ഈ പട്ടി കടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നായ കടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓട്ടോ സ്റ്റാൻഡിന് സമീപത്തൂടെ ഈ നായ കടന്നുപോയിട്ടുണ്ട്. ആ മേഖലയിൽ ഓട്ടോ നിർത്തിയിട്ടിരുന്ന ഓട്ടോ ഡ്രൈവർമാർ, നിരവധി ഓട്ടോ ഡ്രൈവർമാരാണ് ചികിത്സ തേടി ഈ ജനറൽ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. ശാന്തിവിള ആശുപത്രിയിലും സമാനമായി തന്നെയാണ് 10-ലധികം ആളുകളാണ് അവിടെയും ചികിത്സയ്ക്ക് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ചിലരെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 3 പേരുടെ പരിക്കുകൾ ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ തന്നെ വളരെ ആശങ്കയോടുകൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം മുൻപും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് തീരദേശ മേഖലയിലടക്കം പേപ്പട്ടി ആക്രമണം ഉണ്ടായി, നിരവധി മരണങ്ങൾ രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഒരു ഗുണപാഠം നഗരസഭ എടുത്തിട്ടിരുന്നില്ല അല്ലെങ്കിൽ കൃത്യമായി നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വലിയ ഗുരുതരമായ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചെയ്യുന്നത്. എന്തായാലും പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തുന്നുണ്ട്, നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ നടപടികൾ, പ്രത്യേകിച്ച് ഈ ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇങ്ങോട്ടേക്ക് ഈ തെരുവുനായ ആക്രമണത്തിന്റെ ഭാഗമായി ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം കൂടി വരികയാണ്. സ്വാഭാവികമായി അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക തയ്യാറെടുപ്പുകളൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. വാക്സിൻ എടുക്കുന്ന നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെ വാക്സിൻ എടുക്കാനും ഒപ്പം തന്നെ പരിക്കുകളിൽ മരുന്ന് വെക്കാനും ഒക്കെയായി കാത്തു നിൽക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും കാലിന് താഴേക്കാണ് ഇത്തരത്തിൽ തെരുവുനായ കടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ചിലരെ അവിടെ കടിച്ചതിന് ശേഷം അവർ തറയിൽ വീഴുകയും അവരെ അവിടെ ഇട്ട് തന്നെ കടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. പലരും പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിരോധം ഒന്നുമായിരുന്നില്ല എന്നുള്ളതാണ്. നായ കടിക്കുന്നു, തൊട്ടടുത്ത അടുത്ത ആളെ കടിക്കാൻ പോകുന്നു. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി ഇത്തരത്തിൽ 35-ലധികം പേരെയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിൽ നഗരത്തിന്റെ ഹൃദയമധ്യത്തിൽ ഇത്തരത്തിൽ തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത്. രോഹിണി. അതെ, തീർച്ചയായും നഗരസഭയുടെ അനാസ്ഥ തന്നെയാണ് വ്യക്തമാക്കുന്നത്. നഗരഹൃദയത്തിലാണ് 30-ലധികം പേരെ തെരുവുനായ ആക്രമിച്ചത്. തെരുവുനായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ള സംശയവും നിഴലിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് തിരച്ചിൽ നടത്തുന്നുണ്ട് എങ്കിലും ആ തെരുവുനായ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും നഗരഹൃദയത്തിലൂടെ തന്നെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. എന്തായാലും നഗരസഭ കൃത്യമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അങ്ങേയറ്റം ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കൂടി പോകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.